സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയെ പറ്റി ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ പല തവണയായിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം അത് ചെയ്ത് കളയാം. ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടൊരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. ഈ ബിഗ് ബോസിൻ്റെ പ്രധാന അവതാരകനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും മലയാള മനസ്സിൽ കീഴടക്കിയ അല്ലെങ്കിൽ മലയാളികൾ സ്നേഹിക്കുന്ന താരരാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ലാലേട്ടനാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ലാലേട്ടൻ്റെ തന്നെ ഒരു റെപ്യൂട്ടേഷനെയും അദ്ദേഹത്തിൻ്റെ തന്നെ വാല്യൂവിനെയും അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റാർഡത്തിനെയും എല്ലാം നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ബിഗ് ബോസ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകളെ, അതായത് ഒരു സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത, ഒരു തരത്തിലും സമൂഹവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെ കൊണ്ടു നിർത്തി നടത്തുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും അല്ലേ. ഈ ബിഗ് ബോസിന് വേണ്ടുന്ന ആരെയൊക്കെയാണ്? മഴവില്ലായിട്ടുള്ള പയ്യന്മാരെയാണ്. അതായത് ആണും പെണ്ണും എന്നുള്ളൊരു സ്വഭാവത്തിനേക്കാൾ അപ്പുറം മറ്റൊരു രീതിയിലുള്ള സ്വഭാവമുള്ള ആളുകളെയാണ് വേണ്ടത്. ഞാൻ അവരെ കരിവാരി തേക്കാനോ അല്ല അവരെ കളിയാക്കാനായിട്ട് പറയുന്നില്ല. അങ്ങനെയുള്ളവരും ജീവിക്കേണ്ട സമൂഹം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അതൊരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് അതിനെ മറ്റുള്ളവരുടെ മേലേക്ക് വലിയ രീതിയിലുള്ള പഴി ചാരാനായിട്ട് ഇവർ ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ റിയാസ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇത്തവണത്തെ സീസണിലാണെങ്കിൽ നെവിൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. പക്ഷേ നെവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവൻ്റെ ഒരു എളിമയും അവൻ്റെ വിനയവും എല്ലാം നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അവനത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് നമുക്ക് പ്രകടമാണ്. എന്നാൽ ഈ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന റിയാസ് എന്ന് പറയുന്നവൻ അതാണാണോ പെണ്ണാണോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യം ഇവിടെ ആവർത്തിക്കുന്നില്ല, കളിയാക്കുന്നുമില്ല. അതെന്തുമായിക്കോട്ടെ, അത് പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് റിയാസ് സലീം എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ട് റിയാസ് അവിടെ വന്നിട്ട് ഷാനവാസിനെ ഒരുമാതിരി മെക്കെട്ട് കയറാൻ നോക്കി. ഈ റിയാസ്, ഞാൻ സിജോ എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റിന്റെ ഒരു ലൈവ് കാണാനിടയുണ്ടായി, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാനിടയുണ്ട്. അതിൽ അവതാരികയായിട്ട് ശാരികയും പിന്നെ ഈ സിജോയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഇതിൽ ഷാനവാസിനെ പറ്റിയും റിയാസിനെ പറ്റിയും ഒക്കെ സിജോ പറയുന്നത്, ഈ റിയാസ് എന്ന് പറയുന്നവൻ ഈ മീശയും താടിയുമുള്ള ആളുകളെ അധികം ഇഷ്ടമല്ല. കാരണം അവനൊരു അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണല്ലോ. അപ്പോൾ അവന് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരു വിമുഖതയും ദേഷ്യവുമാണ്. ആ ദേഷ്യം തന്നെയാണ് ഇവൻ ഈ പറയുന്ന ഷിയാസിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന ഷാനവാസിൻ്റെ അടുത്തേക്ക് എടുക്കാൻ നോക്കിയത്. ഈ റിയാസ് എന്ന് പറയുന്നവൻ ഗസ്റ്റായിട്ട് അവിടേക്ക് എൻട്രി ആവുകയും അവിടെ ചെന്നതിന് ശേഷം അവിടെ എല്ലാവരെയും ഇട്ട് പുകയ്ക്കാനായിട്ട് ശ്രമിക്കുകയും അന്ന് അവിടെ ക്ലീനിങ്ങിൻ്റെ ഒരു മാനേജറായിട്ടുള്ള, അല്ലെങ്കിൽ അന്ന് ക്ലീൻ ചെയ്യേണ്ട ആളായിട്ടിരിക്കുന്നത് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഷാനവാസിൻ്റെ നമുക്ക് വ്യക്തിത്വം അറിയാം. സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നല്ല രീതിയിൽ അഭിനയിക്കുന്ന മികച്ചൊരു കലാകാരൻ തന്നെയാണ്. ഈ ബിഗ് ബോസ് ഹൗസിലും ഉറച്ച നിലപാടുള്ള, ശക്തമായിട്ടുള്ള നിലപാടുള്ള ആണൊരുത്തനും നമുക്ക് പറയാൻ പറ്റുന്ന ഷാനവാസിനെ തന്നെയാണ്. അതിലൊരു സംശയം ആർക്കുമില്ലല്ലോ. അപ്പോൾ ഈ ഷാനവാസിൻ്റെ അടുത്ത് റിയാസ് എന്ന് ചൊറിയാൻ ചെന്നു. റിയാസ് ചുമ്മാ ആവശ്യമില്ലാതെ അതൊന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ ചൊറിയാൻ ചെന്നപ്പോൾ ഷാനവാസ് പറഞ്ഞത്, കയറി വന്നത് ഗസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും ബേസിക് കോമൺ സെൻസോ മാനേഴ്സോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലല്ല ഇതിൻ്റെ അപ്പുറത്തെ രീതിയിലും പറയുമെന്നാണ് പറഞ്ഞത്. റിയാസിനെ കണ്ടം വഴി ഓടിക്കുന്ന, റിയാസിനെ നല്ല പട്ടിയാക്കി വിടുന്ന രീതിയിലാണ് ഷാനവാസ് മറുപടി കൊടുത്തത്. റിയാസിന് ഒന്നും പറയാനില്ലാതെ അടപടലം മൂഞ്ചി അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം റിയാസ് ഈ പറഞ്ഞ ഷാനവാസിനെതിരെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ഈ സംഭവങ്ങൾക്ക് മുൻപ് തന്നെ ബിഗ് ബോസ് ഹൗസിൽ പല വിഷയങ്ങളും ഉണ്ടായി. അതിൽ പലതും വീഡിയോ എടുത്ത് എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ വൃത്തികെട്ട പരിപാടികളാണ്. അതായത് ഒരുമാതിരി ഈ വൃത്തികെട്ട ഓരോ ഷോ ആണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ബിഗ് ബോസ് ഹൗസ് ആണോ, അത് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ജിസൈലിന്റെ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടില്ല. അതിനിയും ഉള്ളതാണോ അല്ലാത്താണോ എന്ന് അറിയില്ല. പക്ഷേ ഈ ആദില നൂറ വിഷയം നമുക്കറിയാം, അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലേ. അപ്പോൾ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ വന്ന് വലിയൊരു വിഷയം ഉണ്ടാക്കുകയും പിന്നീട് അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് അവരെ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മാതൃകാപരമായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ രീതിയിലൊരു പ്രോത്സാഹനം നൽകുന്ന ഈ ബൈസെക്ഷൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾക്ക് വലിയൊരു പിന്തുണ കൊടുക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ്റെ ഒരു വാക്കുകൾ അവിടെ നിലനിന്നത്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വാക്കുകൾ അവർ ഏറ്റെടുത്തത്. ആ വാക്കുകൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് വരെ നല്ല രീതിയിൽ ഗെയിം പ്ലേയിൽ പൊയ്ക്കൊണ്ടിരുന്ന ആദിലയും നൂറയും, ആ നൂറ പിന്നെയും കുഴപ്പമില്ല, ആദില അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ ആദിലയ്ക്കാണ് ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ആദില എനിക്ക് തോന്നുന്നത് നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇവരുടെ ജീവിതത്തിലേക്ക് ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നതും ആ നൂറയെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു നിർത്തുന്നത് ആദില തന്നെയാണ്. ഒരു തൻ്റെടിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ലാലേട്ടൻ എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റി, ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റണ്ട, ലക്ഷ്മി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, അവർക്കും സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് ആദില കാണിക്കുന്ന ചില വൃത്തികെട്ട പരിപാടി
പരിപാടികളും പോക്കരത്തരങ്ങളുമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. അതായത് ആദില രാത്രി ഇരുന്നുകൊണ്ട് ആദിലയുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് വികാരം കൊള്ളുകയാണ്, എനിക്ക് അതും ഇതും ചെയ്യാൻ തോന്നുന്നു. പിന്നീട് പല കാര്യങ്ങളും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾക്ക് ഈ പറയുന്ന കീഴ്വായു പോകുന്നില്ല, കീഴ്ശ്വാസം പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴെല്ലാം നൂറ ഓരോന്നൊക്കെ പറഞ്ഞത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദില അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളൊക്കെ ഈ വായും വെച്ച് തന്നെയല്ലേ ചോറ് തിന്നുന്നത്, ചോറ് തിന്നുന്ന വായും വെച്ച് എന്ത് ചെറ്റത്തരമാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ബിഗ് ബോസ് പകർത്തിയെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് കട്ട് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. എന്തിനാണെങ്കിൽ ഇതെല്ലാം ബിഗ് ബോസിൽ നമ്മൾ കാണാനിടയുണ്ടായി. അതിൻ്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഞാൻ ആ വീഡിയോ ഒന്ന് ആദ്യം ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാനാകെ 3 കൊല്ലം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ഇതൊക്കെയാണോ അത് വർക്കാവള്ള എന്തോ തകരാറുണ്ട്, ഇറങ്ങിയിട്ട് ഡോക്ടറെ കാണിക്കണം. അതല്ലല്ലോ ചോദിച്ചത്. അല്ല ഇല്ലാന്നുള്ളതാ ഞാൻ പറയുന്നുണ്ട്. സൗണ്ട് ഉണ്ടാവില്ല എന്നാണ് വരലില്ല. രണ്ടുമില്ല വരില്ലേ ഇല്ല. എന്തോ തകരാറുണ്ട്, അതിന്റെ വാൽവ് വർക്കിംഗ് അല്ല. ഞാൻ പറയട്ടോ ഒന്നും മിണ്ടാണ്ട്. വോയിസ് നമ്മളിങ്ങനെ പക്ഷെ ഞാൻ അവളുടെയും കൂടെ കൊടുക്കും. ഞമ്മളങ്ങനെ തന്നെ കാറൊക്കെ ഓട്ട സമയത്ത് ആരാണ് ഏറ്റവും സൗണ്ടിലുണ്ടാകുന്നത് എന്നിട്ട് ചോദിക്കും നല്ല മണല്ലേ എന്നെ ചീത്ത പറഞ്ഞ ഞാൻ പണിക്കൊക്കെ പോന്നിട്ട്. ഇതിൽ ഈ പറയുന്ന ചെറ്റത്തരങ്ങൾക്ക് കൂട്ടുപിടിക്കാനായിട്ട് റെന ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയും, അതിനധികം പക്വതയോ എളിമയൊന്നും ഇല്ല, അല്ലെ വിനയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കിത് കാണുമ്പോഴേ അറിയാം. അതിൻ്റെ പല സംസാരങ്ങൾ കാണുമ്പോഴും അറിയാം. ഞാൻ ശരിക്കും പറയും ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളല്ല. പക്ഷേ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കാണും. മറ്റേ ഈ മസ്താനി എന്ന് പറയുന്ന അവതാരിക ഇറക്കി വിട്ടപ്പോഴേക്കും ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളിൽ മാത്രമേ ഞാൻ കാണാറുള്ളൂ. പക്ഷേ ഇതൊരു വൃത്തികെട്ടൊരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ഷോ ആണെന്നുള്ളത്. ഈ ഒരു കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റിയ ഒരു ഷോ തന്നെയാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല ആണെന്നുള്ളത്. കുടുംബ പ്രേക്ഷകർക്കല്ല, വീട്ടിലിരിക്കുന്ന അമ്മമാർക്കോ അല്ലെ ആർക്കെങ്കിലൊക്കെ ഈ ഒളിച്ചും പാത്തും കാണാൻ പറ്റുന്ന ഒരു ഷോ എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസ് മാറിയിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. അതായത് ഇവരിരുന്നുകൊണ്ട് എന്ത് തോന്നിവാസം വിളിച്ച് പറയുന്നത് എല്ലാം ക്യാമറ പകർത്തി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ലാലേട്ടൻ ഈ പിന്തുണയ്ക്കുന്നതിന് മുൻപ് വരെ നല്ല രീതിയിൽ ഗെയിം പ്ലേയും ചെയ്ത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു ആദിലെന്ന് പറയും. എന്നാൽ ലാലേട്ടന്റെ പിന്തുണയോടെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഇനി ഒന്നും വേണ്ട, എല്ലാം ആയെന്നുള്ള രീതിയിൽ കാണിച്ചു കൂട്ടുന്ന കുറച്ച് പരിപാടികളാണ് നമ്മൾ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റിയാസ് സലീം ചെന്നിട്ട് ഷാനവാസിനെ അവിടെ ഇട്ട് പെടുത്താൻ നോക്കിയൊരു പരിപാടി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഷോയിൽ ഷാനവാസ് കൊടുക്കുന്ന മറുപടികൾ അടിപൊളിയാണ്. അത് എല്ലാ ജനങ്ങളും, കേരളത്തിലുള്ള ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാ ജനങ്ങളും ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഷാനവാസ് പറയുന്നത് പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഷാനവാസിന് വലിയൊരു പിന്തുണയായിട്ട് പോകുന്നുണ്ട്. മേ ബി ആദിലയുടെയും നൂറയുടെയും വിഷയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഷാനവാസിന്റെ വിഷയങ്ങൾ കൊണ്ടോ ഒരു പക്ഷേ ഷാനവാസ് പുറത്തു പോയേക്കാം. ഈ അതിഥിയെ അവൻ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അതിഥിക്ക് ബഹുമാനം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേൽ പുറത്തു പോയേക്കാം. എന്തിനാണെങ്കിലും വ്യക്തിത്വവും നിലപാടും വിട്ടുകൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ പോകത്തില്ല എന്നുള്ളത് ഷാനവാസിന്റെ ആ മറുപടികളിൽ തന്നെ നമുക്ക് പ്രകടമാണ്. ആ മറുപടി എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. സ്റ്റാർസ് കൊടുക്കുന്നതിന് മുമ്പ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് സ്റ്റാർ വാങ്ങണം. ബിക്കോസ് ഓഫ് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം he doesn't deserve a star. ഇവിടെ ഓരോരുത്തർ ഓരോ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഗസ്റ്റുകൾ എന്നോട് എന്റെ നെഞ്ചത്തോട് കയറാൻ വന്ന വെറുതെ വിടും ഞാൻ. What do you think you're doing? Something heroic? ഷാനവാസ് ചീപ്പ് സീരിയൽ അല്ല, പേര് വിളിക്കണ്ട, റിയാലിറ്റി ടിവി ഷോ. ഒന്ന് തന്ന ടാസ്കിനകത്ത് കൊടുത്ത ക്യാരക്ടർ വിടാതെ ചെയ്തിരിക്കുന്നത്, ദെൻ എൻ്റർടൈനിങ് കണ്ടന്റ് കൊടുത്തിരിക്കുന്നവർ, പിന്നെ ഗസ്റ്റിനോടുള്ള റെസ്പെക്ട്ഫുൾ ബിഹേവിയർ. ഷാനവാസ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പ്ലീസ് പറയണം. ചീപ്പ് സീരിയൽ എന്ന് പറയുമ്പോൾ വി ആർ ഓൾസോ ഫ്രം സീരിയൽ ഇൻഡസ്ട്രി. Totally understand and respect your profession. Yeah. And all serials are not cheap serials. Yeah, but പക്ഷേ still cheap serials ഉണ്ട്. I agree with that, but still അങ്ങനെ നെയിം ചെയ്യുമ്പോൾ we are also from the serial industry. It's insulting like our profession. കണ്ടില്ലേ, റിയാസ് എന്ന് പറയുന്ന 8ൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത് 9ലേക്ക് എത്തിയില്ല എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് നൂറ അല്ലെങ്കിൽ ആദില. നൂറയില്ല, നൂറ ഒരു പാവം പെൺകുട്ടിയാണ്. ആദില ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ അവിടെ നല്ല രീതിയിൽ ഗെയിം പ്ലേയും ചെയ്യും, നൂറ അവിടെ ഫസ്റ്റ് അടിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ആദില എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഒരു വലയത്തിനകത്ത് പെട്ടുപോയിരിക്കുകയാണ് നൂറ എന്ന് പറയപ്പെടുന്ന പാവം പിടിച്ച പെൺകുട്ടി. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിയാസ് കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് ഈ പറയുന്ന ആദില എന്ന് പറയുന്ന പെൺകുട്ടിയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. നല്ല 2 ടീമാണ്. ഒന്ന് ലെസ്ബിയൻ കപ്പിൾസും, ഒന്ന് ആണുങ്ങളോടുള്ള വിരോധമുള്ള ആണായിരിക്കുന്ന പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനും.
പയ്യനോ എന്തോ ആയിക്കോട്ടെ, ഞാനിത് അവരെ കളിയാക്കുന്നതല്ല. പക്ഷേ ഇതാണ് സമൂഹത്തിലുള്ള ജനങ്ങൾ പറയുന്നത്, ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ റിയാസ് അവിടെ കിടന്ന് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയിരുന്നു. റിയാസ് ഈ പറയുന്ന റൂമെല്ലാം വൃത്തികേടാക്കുകയാണ്, അത് ക്ലീൻ ചെയ്യണത് ഷാനവാസാണ്, അത് ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ഷാനവാസിനെ ഒരുമാതിരി വല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ച് അവനെ കളിയാക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഷാനവാസ് അതിന് നല്ല അടിപൊളി മറുപടിയാണ് കൊടുത്തത്. അണ്ണാക്ക് അടപ്പിക്കുന്ന രീതിയിൽ അണ്ണാക്ക് നിറച്ചുകൊണ്ട് ഷാനവാസ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് റിയാസിന്. അത് ഞാനൊന്ന് വീഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതിന്റെ അപ്പുറം ഇവിടെ ഇത് കൊളാക്കി ഇട്ടാലും ഞാൻ ചെയ്യണം, മനസ്സിലായില്ലേ? ചെയ്യണം. അതിനാണല്ലോ നിങ്ങൾക്ക് സാലറി ഒന്ന് ഇവിടെ അല്ലാതെ ഇവിടെ ആജ്ഞാപിക്കാനായിരുന്നു. ആജ്ഞാപിക്കാൻ വരും. സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. നിങ്ങളാരാ പറയാ? ഞങ്ങൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആളല്ല. ബോസ് പറയണം ഈ മുതലാളിയുടെ പൈസ തിരിച്ചു കളയുന്ന ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരിക പോവാ. ഗസ്റ്റ് തൊഴിലാളികളെ നെഞ്ചത്ത് കയറണ്ട. ഇനി ഇവരോട് ഇതെല്ലായിടത്തും കൊടുത്തിടാൻ പറയാം. ഞാൻ ക്ലിയർ ചെയ്തോളാം. തൊഴിലാവകാശം ലംഘനം ചെയ്ത് കഴിഞ്ഞാൽ പ്രതികരിക്കും. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാൻ ഈ വൃത്തികെട്ട സഹിച്ചില്ലേ? അച്ഛനോടുള്ള കടപ്പാടാ. അച്ഛൻ വരട്ടെ. അച്ഛൻ പറഞ്ഞാൽ ഇതോടെല്ലാം സറണ്ടർ ഞങ്ങൾ പണിക്കും. ഇനി ഇതൊരു 10,000 പ്രാവശ്യം തട്ടിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല. അടിപൊളി. ഇതൊക്കെയാണ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത്. നിലപാടും നിലവാരവും വ്യക്തിത്വവും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. റിയാസിന് ഒന്നും പറയാൻ പറ്റാതെ ആയിപ്പോയി. റിയാസെ, നീ മീശ വെച്ചവരെ കാണുമ്പോൾ നിനക്ക് വിമുഖതയാണെന്ന് എനിക്കറിയാം. നീ മീശ വെച്ചവരെല്ലാം പെണ്ണുങ്ങളാണെന്ന് വിചാരിക്കരുത്. ആണത്തമുള്ളവന്മാരുണ്ടെന്നുള്ളത് നീ മനസ്സിലായിട്ടില്ല. നീ മാത്രമാണ് ആണ്, അല്ലെങ്കിൽ നീ മാത്രമാണ് പെണ്ണെന്ന് നീ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആണത്തമുള്ള നിലവാരമുള്ള ആളുകളുണ്ടെന്നുള്ളത് നീ അത് മനസ്സിലാക്കുക. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ലാലേട്ടൻ ഈ പറയുന്ന ട്രാൻസ് ഹ്യൂമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈസെക്ഷൽ അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളൊരു താല്പര്യമായിട്ട് വെക്കുക. അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെ മതി എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ലാലേട്ടനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ലക്ഷ്മി പറഞ്ഞപ്പോൾ ലക്ഷ്മി എല്ലാവരുടെയും കരിവാരത്തേക്കാനും ലക്ഷ്മിയെ കളിയാക്കാനും ചെന്നു. പക്ഷേ ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ തെളിയുകയാണ്. അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കേട്ടില്ല. ഓരോരുത്തരുടെയും വികാരങ്ങളും ചിന്തകളും എല്ലാം വ്യത്യസ്തമാണ്, ശരി തന്നെ, അതിന് നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കൂടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി പോകുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ബിഗ് ബോസ് ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. അതിലിപ്പോൾ ആദിലയും നൂറയും എന്ന് പറയുന്ന 2 കണ്ടസ്റ്റന്റ്, അത് അവർ രണ്ടുപേരും ഒരു ശരീരം എന്നുള്ള പോലെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ പറയുന്ന ആദിലെ ഞാൻ കുറ്റം പറയുള്ളൂ, നൂറെ പറയില്ല. നൂറ നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. പക്ഷേ ആദില അങ്ങനെ ഒരാളല്ല. ആദില ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ റിയാസ് ഇപ്പോൾ പുറത്ത് പോവുകയാണ്, റിയാസ് ഗസ്റ്റ് ആയിരുന്നു, അവൻ പോയി. ആദില ഇനി അടുത്തത് പോകാനായിട്ട് നിൽക്കുകയായിരിക്കും. മേ ബി ആദിലേക്ക് പകരം ചിലപ്പോൾ ഷാനവാസ് ആയിരിക്കും പോവുക. നല്ല രീതിയിൽ ഗെയിം പ്ലേ ചെയ്യുന്നവരെയൊക്കെ പുറത്താക്കിയിട്ട് ഇവർക്ക് വേണ്ടുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. അതിനൊത്താശ ചെയ്തുകൊണ്ട് മോഹൻലാലിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ളത് കാണുമ്പോൾ വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും എനിക്ക് ഒരുപാട് വെറുപ്പുള്ളൊരു പരിപാടിയാണ്, ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ കയറി കാണും എന്നുള്ളതും പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.